പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ജീസസ് നോസ് വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ബിട്രേഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടല്ലേ. നമ്മെ ഒറ്റി കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ അല്ലേ. പ്രൈസ് ദി ലോർഡ്. കൂടാതെ നമ്മോട് വിശ്വാസവഞ്ചന കാണിച്ചവർ ചിലരെയൊക്കെ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നില്ലേ. നമ്മളൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ സ്മോൾ വേസ്, ചിലപ്പോൾ റിയലി ബിഗ് വേസ്. ഏത് വിധത്തിലാണെങ്കിലും വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് അത്. ദൈവമക്കളെ ഓർക്കണമേ, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യേശു കർത്താവിന് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. കാരണം യേശുവിൻ്റെ സ്നേഹിതർ യേശുവിനെ ഒറ്റിക്കൊടുത്തതാണ്. നമുക്ക് യൂദായെ അറിയാം. യേശു കർത്താവിൻ്റെ ഫ്രണ്ട് പോലെ കൂടെ നടന്നതാണ്. ഇന്നർ സർക്കിളിലുള്ള ആളായിരുന്നു. താന് അല്പം പണത്തിന് വേണ്ടി, അല്പം ചില്ലിക്കാശിന് വേണ്ടി യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ക്യാഷായിരുന്നു അവന് വലുത്. എന്നാൽ ഇതിന് ശേഷം അനന്തരഫലമായി യേശു കർത്താവ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് അവനതിന് പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ യൂദ മാത്രമല്ല യേശുവിനെ അഗൻസ്റ്റായിട്ട് തിരിഞ്ഞത്. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ എല്ലാ ഫ്രണ്ട്സും അവനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് സ്ഥലം വിട്ട് കളഞ്ഞു. അവർക്കൊക്കെ പേടിയായിരുന്നു. They were scared of getting caught themselves, and so they left Jesus to face things on his own. യേശു തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവരെല്ലാം ഓടിയാകുന്നു. പക്ഷേ ചുറ്റിപ്പറ്റി നിന്നുള്ള ഒരാളായിരുന്നു പത്രോസ്. പത്രോസ് കുറച്ച് ദൂരം അവനെ അനുഗമിക്കുകയും ചെയ്തു. പക്ഷേ അകലം വിട്ട് അനുഗമിച്ചത് കേട്ടോ. പക്ഷേ മറ്റുള്ളവരൊക്കെ തിരിച്ചറിഞ്ഞു അവനോടുകൂടി ഉണ്ടായിരുന്ന പത്രോസായതെന്ന്. അത് പറഞ്ഞപ്പോൾ പത്രോസും തള്ളിപ്പറഞ്ഞു. നമുക്കറിയാം, യേശു കർത്താവ് പറഞ്ഞ പോലെ തന്നെ കൂടിയപ്പോൾ 3 വട്ടം കൂവി. എന്തൊക്കെ യേശു കർത്താവിൻ്റെ മനസ്സിൽ കൂടെ അപ്പം പോയി കാണും. അവൻ്റെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സിനെ ഒരിടത്തും കാണാനില്ല. തന്നെയുമല്ല, താൻ സ്നേഹിച്ച പത്രോസ്, കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ട പത്രോസും അവനെ തള്ളിപ്പറഞ്ഞു. അപ്സെറ്റായി പോയി കാണും അല്ലേ. ഹേർട്ട്, ഡിസപ്പോയിൻറ്റഡ്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിൽ കൂടെ നമ്മുടെ കർത്താവും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നാം ഫീൽ ചെയ്യുന്നതെന്നുള്ളത് യേശുവിന് നല്ലവണ്ണം അറിയാം. യേശു അവിടെ നിന്നോട് കൂടെയുണ്ട്. നിന്നെ വിട്ടേച്ച് അവൻ പോകത്തില്ല. എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് നീ അവനോട് പറയണം. എന്താണ് നിന്നെ ഹേർട്ട് ചെയ്യുന്നുള്ളത് നീ അവനോട് പറയണം. നീ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നുമ്പോഴും ഹല്ലേലൂയ, നിന്നെ ഒരിക്കലും ബിട്രേ ചെയ്യാത്ത, നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കാത്ത ഒരു ദൈവം നിനക്ക് കൂടെ ഉണ്ട് കേട്ടോ. യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച മത്തായിയുടെ സുവിശേഷം 28-20. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളത്. ദൈവം നാം ഹേർട്ട് ചെയ്യപ്പെടാൻ നമ്മെ വിട്ടുകൊടുക്കത്തില്ല, അനുവദിക്കത്തില്ല. അവൻ നമ്മെ കരുതുന്നവനും അവൻ നമ്മെ സ്നേഹിക്കുന്നവനും അതേ മക്കളെ. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ, ജീസസ് നോസ് വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി മിസ്അണ്ടർസ്റ്റുഡ്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളില്ലേ, നമ്മളെ ചിലരൊക്കെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നാം എന്താണ് മീൻ ചെയ്യുന്നതെന്ന്
നാം എന്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അല്പം പോലും മനസ്സിലാക്കാത്തവർ നമ്മുടെ ചുറ്റും കാണും. യേശുവിനും അങ്ങനെ ഉണ്ടായത്. നമ്മൾ കാണുന്നുണ്ട്, 12 വയസ്സുള്ളപ്പോൾ യേശു തൻ്റെ ഫാമിലിയുടെ കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അന്ന് ട്രെയിനും കാറും ബസ്സും ഒന്നുമില്ല. അവരുടെ ഹോം ടൗണിൽ നിന്ന് ഏകദേശം 70 മൈൽ നടന്നാണ് അവർ യെറുസലേമിലെത്തിയത്. എന്തുകൊണ്ടാണ്? ആ ജൂയിഷ് ഹോളിഡേ അത് അവർക്ക് വലിയ പ്രാധാന്യമാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. ഒരു നീണ്ട നടത്തമാണ്. അപ്പോൾ വലിയ ഒരു ഹ്യൂജ് കാരവൻ ഓഫ് പീപ്പിൾ കാണും. വേറെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് എല്ലാം ഉണ്ട്. ഉത്സവം തീർന്നപ്പോൾ, ഫെസ്റ്റിവൽ തീർന്നപ്പോൾ എല്ലാവരും, ഹോൾ ഫാമിലി വീട്ടിലേക്ക് മടങ്ങി വരുന്ന തിരക്കിലായിരുന്നു. പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവൻ്റെ പേരൻസിന് മനസ്സിലായി. അവർ ചുറ്റും നോക്കിയപ്പോൾ അവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ! എങ്ങനെ ഒരു വലിയ ജയൻറ്റ് സ്റ്റോറിൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അമ്മ പെട്ടെന്ന് മനസ്സിലാക്കുക, അയ്യോ കുഞ്ഞൻ്റെ അടുത്തില്ല, എന്തോ വെപ്രാളമായിരിക്കുമല്ലേ. യേശു എവിടെയായിരുന്നു? അവർ തിരിച്ച് ജെറുസലേമിലേക്ക് വന്നു. അവസാനം അവനെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ആ ടെമ്പിളിൽ ഇരിക്കുന്നത്. അവന് ശ്രദ്ധിക്കുക, ദൈവത്തെപ്പറ്റി ആ ടീച്ചേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മകനെ ഞങ്ങൾ നിന്നെ കളഞ്ഞ് എത്ര വിഷമിച്ചു. ഓടപ്പം യേശു റിയലൈസ് ചെയ്ത് എന്താണെന്ന് അവിടെ വെളിവാക്കുന്നുണ്ട്. യേശു തൻ്റെ പിതാവിൻ്റെ സംസാരത്തിനും പറച്ചിലിനും ടീച്ചിങ്ങിനും എല്ലാം പ്രാധാന്യം കൊടുത്തു. യേശു കർത്താവിന് മനസ്സിലായി തൻ്റെ സ്വന്തം പേരൻസിനും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ഈ ആലയത്തിൽ ഇരിക്കേണ്ടതല്ലയോ? അവരും അന്തിച്ചു പോയി കാണും. അവൻ പറഞ്ഞു, അവൻ്റെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. തൻ്റെ സ്വർഗീയ പിതാവുമായിട്ട് ഏറ്റവും അടുത്തൊരു സംസർഗം നടത്താൻ പറ്റിയ സ്ഥലത്തിരിക്കാനാണ് അവനിഷ്ടമെന്ന് പറഞ്ഞു. ഈ ഒരു സമയം മാത്രമല്ല യേശു കർത്താവ് മിസ്അണ്ടർസ്റ്റുഡ് ആയിപ്പോയിട്ടുള്ളത്, അനേക സമയങ്ങളിലുണ്ട്. ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് യേശു ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. അവനോട് ഏറ്റവും ക്ലോസായി നിന്നിട്ടുള്ള ഫ്രണ്ട്സ് പോലും അവനെ തെറ്റിദ്ധരിച്ചു. എന്തിനാണ് അവനിവിടെ വന്നത്? യേശുവിനതൊക്കെ മനസ്സിലായി. പക്ഷേ തന്നെ ഇങ്ങോട്ട് അയച്ചത് എന്തിനാണെന്നുള്ളത് അവന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് ശകലം പോലും ഭാരം തോന്നിയില്ല. അവനെ അയച്ചതിൻ്റെ പേർപ്പസ് അവന് അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം, ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 17 ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പ്രൈസ് ദ ലോർഡ്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ആരും ഹല്ലേലൂയ, ചിലപ്പോൾ നിനക്ക് തോന്നും ദൈവം പോലും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന്. യു ഗോ ഹെഡ്. എന്നിട്ട് നീ അതേപ്പറ്റി നിൻ്റെ ദൈവത്തോട് പറ. 12-year-old ജീസസ്, 12 വയസ്സ് പ്രായമുള്ള യേശു കർത്താവ്, പ്രൈസ് ഗോഡ്, അവനറിയാമായിരുന്നു അവനെ വിളിച്ചതെന്തിനാ, അവനെ ഭൂമിയിലാക്കിയതെന്തിനാ. അതവൻ തുറന്ന് അവൻ്റെ പേരൻസിനോട് പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയൊന്ന് ഓർത്തേ, ലാസ്റ്റ് ടൈം ഏതായിരുന്നു നിങ്ങൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ട സമയം? ഹല്ലേലൂയ. യേശു കർത്താവ് ഹേർട്ടായിട്ടുള്ളവർ, മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കി. അതുപോലെ റെസ്പോണ്ട് ചെയ്യുവാൻ തക്കണം യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ മുന്നോട്ട് പോകാൻ തക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ വഞ്ചിതരായി തീർന്നിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവേ.
യേശു കർത്താവെ ഉറ്റിക്കൊടുക്കുന്ന മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, രുചിച്ചറിഞ്ഞിട്ടുണ്ട്. വിശ്വാസവഞ്ചന ഞങ്ങളോട് കാണിച്ചവരുണ്ട്. എന്നാൽ പിതാവ് കാണിച്ച മാതൃക, പുത്രനായ യേശു പിന്തുടർന്ന മാതൃക ഞങ്ങളും പിന്തുടരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.